എല്ലാവർക്കും ട്രാവലേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന തെങ്കാശി ജില്ലയിലെ തിരുമല കോവിലിലാണ് നാം ഇപ്പോഴുള്ളത്. ഇവിടം വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ ആനന്ദമേകും. തെക്കേ ഇന്ത്യയിൽ ശൈവമതം പ്രചരിച്ചിരുന്ന 7-8 നൂറ്റാണ്ടുകളിൽ ശിവനെ സ്തുതിച്ചുകൊണ്ട് എഴുതപ്പെട്ട തേവാരം ഗാനങ്ങളിൽ തേവാര വൈപ്പ് സ്ഥലമെന്നറിയപ്പെടുന്ന ഹിന്ദു ക്ഷേത്രമാണിത്. മുൻകാലങ്ങളിൽ കുന്നിൻ മുകളിലുള്ള ഈ ക്ഷേത്രത്തിലെത്താൻ 624 പടി ചവിട്ടിക്കയറണമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യക്കാർക്ക് വാഹനത്തിലെത്താൻ റോഡുണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ മുരുകനെ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് വിളിക്കുന്നത്. ജ്യോതിഷ വിശ്വാസികൾക്ക് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തിരുമലൈ കാളിയമ്മൻ എന്നൊരു ദേവീക്ഷേത്രവുമുണ്ട്. ഇവിടുത്തെ പ്രധാന ദേവനായ മുരുകൻ 4 കൈകളോടെ നിൽക്കുന്ന ഭാവത്തിലാണ് കാണുന്നത്. ഇവിടെ വച്ച് അഗസ്ത്യമുനിക്ക് മുരുകൻ ദർശനം നൽകിയെന്നും വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിന് 2 ചുറ്റുമതിലുകളും 2 പ്രവേശന കവാടങ്ങളുമുണ്ട്. ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ഈ ക്ഷേത്രമുണ്ടാക്കിയത് 15-ാം നൂറ്റാണ്ടിലാണ്. കിഴക്കോട്ട് ദർശനമുള്ള ശ്രീകോവിലിനു മുന്നിൽ ഒരു മുഖമണ്ഡപവും മഹാമണ്ഡപവും ഉണ്ട്. പ്രധാന ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹം കാണാം. അകത്തെ ചുറ്റുമതിലിലേക്കുള്ള പ്രവേശന കവാടത്തെ മൂടുന്ന 3 നിലകളുള്ള ഗോപുരം ഈ ക്ഷേത്രത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ചാനുഭവം ജീവിതത്തിലൊരിക്കലും മറക്കില്ല. പാൻപൊഴി എന്ന ഗ്രാമത്തിലെ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ചെറിയ കുന്നിൽ നിന്നുള്ള ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചു തന്നെ അറിയണം. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ വിളിച്ചറിയിക്കുന്ന നിർമ്മാണങ്ങളാണ് ഇവിടെ ആകെ കാണാൻ കഴിയുന്നത്. ഏതുതരം സഞ്ചാരികളെയും ആകർഷിക്കുവാൻ ആവശ്യമായ കൊത്തുപണികളും ശില്പങ്ങളും മറ്റും മനോഹരമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. തിരുവരുത് ചെൽവർ ശിവകാമി അമ്മയ്യാർ എന്ന ശില്പിയാണ് ഈ മനോഹര നിർമ്മാണ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിച്ചത് എന്ന് അരുണഗിരിനാഥർ തുടങ്ങിയ കവികൾ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. കണ്ടാലും കണ്ടാലും മതിവരാത്ത ശില്പ ഭംഗികളും എത്ര ആസ്വദിച്ചാലും മടുക്കാത്ത പ്രകൃതി ഭംഗിയും കൊണ്ട് തീർച്ചയായും ഈ വിനോദസഞ്ചാര കേന്ദ്രം വേറിട്ട് നിൽക്കുന്നു. അതിമനോഹരമായ ഗ്രാമത്തെ തഴുകി വരുന്ന കാറ്റേറ്റ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശാന്തമായി സമയം ചെലവഴിക്കാനായി ധാരാളം പേർ ഇവിടെ എത്തുന്നു. പ്രകൃതിയുടെ വരദാനമായി കുറച്ചകലെ കാണുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിതയും പാൻപൊഴി ഗ്രാമത്തിൻ്റെ ശാലീന സൗന്ദര്യവും ഈ കുന്നിൻപുറം വിട്ടിറങ്ങിയാലും ഒരു സഞ്ചാരിയുടെയും മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല. നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്തുപോലും 625 കൽപ്പടികൾ ചവിട്ടിക്കയറി ഈ ക്ഷേത്രസന്നിധിയിലെത്തുന്ന ഭക്തർക്ക് മനസ്സിനു ശാന്തി നേടി സുന്ദരമായ അപൂർവ കാഴ്ചകൾ ആസ്വദിച്ച് തിരിച്ചിറങ്ങുമ്പോൾ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഒരു പുത്തൻ ഉണർവ് ലഭിക്കുന്നു. നിറഭക്തിയോടെ നഗ്നപാതരായി ഓരോ ക്ഷേത്ര പടവുകളും ചവിട്ടിക്കയറിയും വലം വച്ചും തൊഴുതു പ്രാർത്ഥിച്ചും മോക്ഷം നേടിയ സംതൃപ്തിയിലാണ് എല്ലാ തീർത്ഥാടകരും തിരിച്ചിറങ്ങുന്നത്. പടവുകൾ കയറിയും ഇറങ്ങിയും ക്ഷീണിക്കുന്ന ഭക്തർക്ക്
യാത്രയിലുടനീളം വിശ്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിശ്രമ കേന്ദ്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തികച്ചും ഭക്തിസാന്ദ്രവും പ്രകൃതി രമണീയവുമായ ഒരു വിനോദ തീർത്ഥാടന കേന്ദ്രമാണ് തെങ്കാശിയിലെ തിരുമലക്കോവിൽ. കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.